സൺഡേ ഫണ്ടിയിൽ അടുത്ത അതിഥിനെ നമുക്ക് പരിചയപ്പെടാം. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ സംഗീത രംഗത്തേക്ക് കടന്നു വന്ന് അമ്മയുടെ പ്രോത്സാഹനത്തോടുകൂടി അതുപോലെ തന്നെ നിരവധി കലോത്സവ വേദികളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഏറ്റവും അധികം സ്നേഹം തോന്നുന്ന സ്വീറ്റ് വോയിസ് ഉള്ള രാജലക്ഷ്മി. രാജലക്ഷ്മി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. ഒരു പാട്ടെന്ന് തുടങ്ങാം അല്ലേ നമുക്ക്? പാട്ടാവാം ആദ്യം. അതെ, ഒരു സുഖത്തിന് വേണ്ടി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ. താങ്ക് യു സോ മച്ച്. ഈ പഴയ പാട്ടുകളോടുള്ള ഇഷ്ടം വരാനുള്ള കാരണം അമ്മയാണോ? അതെ, അമ്മയാണ്. അമ്മ കുറച്ച് നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ പ്ലേബാക്ക് സിംഗർ ഒന്നുമല്ല. ആ സമയത്ത് എറണാകുളത്ത് ഉണ്ടായിരുന്ന അമ്മ കൊച്ചിലെ ഗാനമേള, നാടകം, അതിനൊക്കെ പഴയ സിഒ ആൻഡോ, തൊപ്പിലാൻഡോ എന്നൊക്കെയുള്ള വലിയ ഗായകരുണ്ട്. അവരുടെയൊക്കെ കൂടെ അമ്മ പോവുമായിരുന്നു. അപ്പം അങ്ങനെ അമ്മയുടെ കുടുംബത്തിൽ സംഗീതം ഉണ്ട്. അമ്മേൻ്റെ അമ്മമ്മ, മുത്തശ്ശൻ എല്ലാവരും, അമ്മയുടെ സഹോദരങ്ങളൊക്കെ പാട്ട് എന്ന് വെച്ചിട്ട് ആരും ശാസ്ത്രീയമായിട്ട് പഠിച്ചത് പ്രൊഫഷനായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം അമ്മയുടെ ഈ ആഗ്രഹമാണ് ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ കൂടുതൽ പഴയ പാട്ടിൽ പാടി ഉറക്കും. അമ്മ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. എന്ത് ജോലി ചെയ്യുമ്പോഴും അമ്മ ഇങ്ങനെ ജാനകിയമ്മയുടെ, പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ ഭയങ്കര ഫാനാണ്. അപ്പം അങ്ങനെ ഞാൻ നാച്ചുറലി അത് കേട്ട് വളർന്ന് എനിക്ക് പഴയ പാട്ടുകളോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പം വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, രാജി ഇത്രയും ചെറുതായിട്ട് എന്താണ് ഈ വല്ല അമ്മൂമ്മമാരെ പോലെ പഴയ പാട്ട്? അപ്പോൾ ഞാൻ പറയും, കേട്ട് ആ സമയത്തുള്ള പാട്ടുകളല്ല ഞാൻ കേട്ടത്. ഞാൻ ജനിക്കുന്ന സമയത്തുള്ള ആ 80s അല്ലെങ്കിൽ ആ പാട്ടുകളല്ല കേട്ടിട്ടുള്ളത്. ഞാൻ പഴയ 60s ആ സമയത്തേക്ക് പാട്ടുകളാണ്. അഞ്ജനക്കണ്ണ് എഴുതി, ഒരു കൊച്ചു സ്വപ്നത്തിന്. അപ്പം അങ്ങനെ കൊച്ചിലേ തൊട്ട് പഴയ പാട്ടുകളോട് അടുപ്പം വന്നു. പിന്നെ ഞാൻ സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴും പഴയ പാട്ട്. അപ്പൊ ഒരു ചോദ്യം, ഈ പഴയ പാട്ടുകളെ ഇപ്പൊ ഇങ്ങനെ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് പുത്തനാക്കാനുള്ള ഒരു ശ്രമമാണല്ലോ മിക്കരും ചെയ്യുന്നത്. റീമിക്സ് ആണോ പറയുന്നത്? റീമിക്സ് മാത്രമല്ല, അല്ലാതെ നമ്മൾ പണ്ട് കേട്ടിരുന്ന ആ ഒരു അതേ ട്യൂണാണെങ്കിൽ കൂടിയും അതിന് ഒരു പുതുമ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് എല്ലാവരും. അപ്പൊ അതിനെ പറ്റി എന്താണ് രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് ഇപ്പം ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ ആ ഒരു ശാഖയൊക്കെ വന്നപ്പോൾ ആ ഒരു മെലഡി തിരിച്ചു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഒരു സമയത്ത് മെലഡിയേ വേണ്ട, എല്ലായിടത്തും ജിങ് 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 ഇങ്ങനെയായി. അപ്പം ഞാനൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഈശ്വരൻ ഞാനെപ്പോഴും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, എപ്പോഴും ലൈറ്റ് മ്യൂസിക്കാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആ ഒരു മേഖലയാണ് എൻ്റെത്. പക്ഷെ തിരിച്ചിപ്പോൾ ഈ ബാൻഡുകളാണെങ്കിലും അവർ പഴയ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ്, നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടെങ്കിലും പോസിറ്റീവ്സ് ആയിട്ടാണ് പുതിയ കുട്ടികളും ആ പഴയ പാട്ടുകൾ അവരിലൂടെ വീണ്ടും കേൾക്കണം. ഇപ്പം ഈ മന്ദാരച്ചെപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് തൈക്കുടം ബ്രിഡ്ജ് എടുത്തപ്പോഴാണ് അത് ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് വരെ പാട്ടറിയാം. അപ്പൊ അതിന്റെ അവർക്ക് പക്ഷെ ജോൺസൺ മാഷിന്റെ പാട്ടാണെന്നൊന്നും അറിഞ്ഞോട്ടോ, അത് ഭയങ്കര കഷ്ടമാണ്. എന്നാലും ഒരു ജനറേഷൻ വേറെ ജനറേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ കവേഴ്സ് ഇറങ്ങുന്നുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ബാൻഡ് ഉണ്ടോ, അതോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ സോളോ ആയിട്ടാണോ പെർഫോമൻസ് കൂടുതൽ ചെയ്യണേ? ഞാൻ വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമേള വേദികളിലൂടെയാണ് ശരിക്കും. കോമ്പറ്റീഷൻസ്, പിന്നെ ഗാനമേള, സ്റ്റേജ്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, സാധാരണ ഒരു കേരളത്തിലുള്ള ഒരു കുട്ടി, കല പഠിച്ച ഒരു കുട്ടി. അതെ അതെ. അപ്പോൾ അന്ന് തൊട്ടേ ഈ ഫുൾ ഓർക്കസ്ട്ര ഗാനമേളയാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അടുത്താണ് അതൊരു ബാൻഡ് എന്ന്, അല്ലെങ്കിൽ ഒരു 5 piece, ഒരു 6 pieceലേക്ക് ഒതുങ്ങിയത്, ഇങ്ങനെ അൺപ്ലഗ്ഡ് ആയിട്ട് പാടുക, അതൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കൂടുതലും ഗാനമേളകളാണ് ഇപ്പോഴും ചെയ്യണേ. പക്ഷെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കുറച്ച് പരിപാടികളുണ്ട്, ഇങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ളവരെ സമീപിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പോയിട്ട് സോളോ ആയിട്ടിരുന്ന് കുറേ പാട്ടുകൾ പാടും. അങ്ങനെ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്?
വീണ്ടും പഴയ പാട്ട് അല്ലേ? അയ്യോ, കുറേ പാട്ടുകൾ സ്വന്തം പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സ്വന്തം പാട്ടുകളും പാടാറുണ്ട്. അതെ. ഞാൻ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ സിനിമയിൽ വിദ്യാസാഗർ സാറിന് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആരാധനയാണ്. സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് ONV സാറാണ് എഴുതിയത്. അപ്പോൾ ആ പാട്ട് ഞാൻ പാടാറ്. അത് ഓൾറെഡി അൺപ്ലഗ്ഡ് ആണ് സിനിമയിൽ. അതൊന്ന് പാടാം. ആവട്ടെ. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം ഭൂമിട കാണാൻ. ഇപ്പൊ ഈ പാട്ട് പാടിയപ്പോ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ് രാജലക്ഷ്മിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് തോന്നുന്നു. നേരത്തെ പാടിയ പാട്ട് ഒരു അടിപൊളി പാട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരാത്ത എന്താ? അല്ല, അത് ഭയങ്കര അടിപൊളി പാട്ടൊക്കെ ഞാൻ കേക്ക് ആസ്വദിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴും പാടണത് എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ മെലഡി. എനിക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പാടി ചിലപ്പോൾ എന്നെ തൊണ്ടടഞ്ഞു. അതുകൊണ്ട് അതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. വീട്ടിലൊക്കെ പിന്നെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര, ഞാനും മോനും ഭയങ്കര പ്രാന്താണ്. ഇംഗ്ലീഷ് പാട്ടും ഒക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. ഞാനും എൻ്റെ കൂടെ പാടുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു റേഞ്ചാണ്. എനിക്കിങ്ങനെ എത്ര പാടിയാലും എനിക്കൊരു സ്ട്രെയിനും വരില്ല. പക്ഷെ എനിക്ക് ഓരോരുത്തർക്കും ഓരോ അതുണ്ടല്ലോ. എനിക്ക് അങ്ങനെ കുറച്ചൊന്ന് ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ലൗഡായിട്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ സ്ട്രെയിൻ ചെയ്യണ്ട. പിന്നെ എനിക്ക് എൻ്റെ വരുന്ന അവസരങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ